ദൈവ തിരുനാമം മാത്രം മഹത്വം എടുക്കട്ടെ. വായിച്ച വേദഭാഗം വായിക്കാനുള്ള 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം 28-ാം വാക്യം. ദൈവം സഭയിൽ 1-ാമത് അപ്പോസ്തലന്മാർ, 2-ാമത് പ്രവാചകന്മാർ, 3-ാമത് ഉപദേഷ്ടാക്കന്മാർ ഇങ്ങനെ ഓരോരുത്തരെ നിയമിക്കുകയും പിന്നെ വീര്യപ്രവൃത്തികൾ, രോഗശാന്തികളുടെ വരം, സഹായം ചെയ്യാനുള്ള വരം, പരിപാലന വരം, വിവിധ ഭാഷാവരം എന്നിവ നൽകുകയും ചെയ്തു. നമുക്ക് നിമിഷം അങ്ങനെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. സ്തോത്രം സ്തോത്രം. സ്വർഗീയ പിതാവേ, കാരുണ്യവാനായ കർത്താവേ, പരിശുദ്ധാത്മാ, നിന്റെ സന്നിധിയിൽ നിന്റെ മക്കളോട് ചേർന്ന് ഇടിവിൽ നിന്ന് ഞങ്ങൾ ഐകമത്യപ്പെട്ടൊരു വാക്ക് പ്രാർത്ഥിക്കുക. സ്വർഗത്തിനും ഭൂമിക്കും നാഥനും സ്വർഗസ്ഥനുമായ പിതാവേ, അങ്ങയുടെ പുത്രൻ്റെ നാമത്താൽ അവിടുന്ന് ഞങ്ങൾ ഓരോരുത്തരെയും കുടുംബമായി കാത്തുകൊള്ളണം. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഇത് ഞങ്ങളിൽ നിവൃത്തിയാക്കി അനുഗ്രഹിക്കുമാറാകണമേ എന്ന് കർത്തൃനാമത്തിൽ പ്രാർത്ഥിക്കുക. യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന, മഹത്വവും സ്തുതിയും സ്തോത്രവും എല്ലാം അങ്ങേക്ക് അർപ്പിക്കുക. താവേ, കൂട്ടായ്മയിൽ കയറി വരുന്ന മുഴുവൻ പേരും അഭിഷേകം പ്രാപിക്കണം, അനുഗ്രഹം പ്രാപിക്കണം, കർത്താവിനോട് ചേരുവാനും എല്ലാം മുഖാന്തരമാക്കി തീർക്കുമാറാകണമേ എന്ന് കർത്തൃനാമത്തിൽ പ്രാർത്ഥിക്കും. കർത്താവെ, അവിടുന്ന് ഞങ്ങളുടെ മേൽ കർത്താവെ അവിടുന്ന് ദൃഷ്ടി വെച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. കർത്താവെ, ഞങ്ങൾ ഓരോരുത്തരോടും ഇൻഡിവിജ്വലായി സംസാരിക്കണമേ. എല്ലാ ഭവനങ്ങളിലും കുടുംബമായി സമാധാനമുണ്ടാകുവാൻ ദൈവപ്രവൃത്തി വെളിപ്പെടുമാറാകട്ടെ എന്ന് കർത്തൃനാമത്തിൽ പ്രാർത്ഥിക്കുക. ഈ വചനം കേൾക്കുന്ന ഒരു കുടുംബവും നഷ്ടപ്പെട്ടു പോകാനോ ഒരു ദോഷം വന്ന് ഭവിക്കാനോ ഇടവരുത്തരുത്. തലമുറകൾ രക്ഷ കരസ്ഥമാക്കണം. കർത്താവേ, നിന്റെ നാമത്തിൽ എല്ലാ ദിവസവും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഈ കൂട്ടായ്മയിലുള്ള മുഴുവൻ പേരും കർത്താവായ യേശുവിൽ വിശ്വസിച്ച് രക്ഷപ്പെടാൻ, കർത്താവിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവാൻ ദൈവമേ മുഖാന്തരമാക്കണമെന്ന് പ്രാർത്ഥിക്കും. ആരും നഷ്ടപ്പെട്ടു പോകാൻ ദൈവമേ നീ അനുവദിക്കരുത്. കർത്താവിൻ്റെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറച്ച് അനുഗ്രഹിക്കും. ഞങ്ങൾക്ക് വേണ്ടതായ ദൂത് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കും. കർത്താവ് 28-ാം തീയതി സൺഡേ കർത്താവ് ഈ CN പ്രയർ മീറ്റിങ്ങിൻ്റെ ഒരു കൂടിവരവ്, ഓപ്പണായിട്ടുള്ളൊരു കൂടിവരവ് അങ്കമാലി CN ധ്യാന കേന്ദ്രത്തിൽ വെച്ച് നടക്കുമ്പോൾ കർത്താവ് ഈ കൂട്ടായ്മയിൽ ഈ കാലം വരെ കേട്ട മുഴുവൻ ആളുകളും ഒരുമിച്ച് കൂടുവാൻ കർത്താവെ ഓരോരുത്തരെയും കർത്താവെ നീ ആകർഷിച്ച് അവരെ അറിയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വരുന്ന ഞായറാഴ്ച 28-ാം തീയതി, നവംബർ 28-ാം തീയതി ഞായറാഴ്ച 1 മണി മുതൽ 4 മണി വരെ നടക്കുന്ന മീറ്റിങ്ങിൽ കൂട്ടായ്മയിലുള്ള മുഴുവൻ പേരെയും, യൂട്യൂബിലൂടെ കേൾക്കുന്നവർ അല്ലാതെ കേൾക്കുന്ന മുഴുവൻ പേരെയും കുടുംബമായി കർത്തൃനാമത്തിൽ പിതാവ് ആകർഷിച്ച് കൂട്ടുവരുത്തണമെന്ന് പ്രാർത്ഥിക്കും. പിതാവ് ആകർഷിക്കുന്നവർ മാത്രം കൂടി വന്നാൽ മതി. കർത്താവെ, നിനക്ക് വേർതിരിക്കാൻ കഴിയുന്നവരെ അവിടെ നിന്ന് അറിയുന്നുവല്ലോ. വിളിച്ച് വേർതിരിക്കാകുന്ന ജനത്തെ കൂട്ടിവരുത്തണം. കർത്താവെ, നിനക്ക് പ്രയോജനമുള്ള ദാസിദാസന്മാരെ കൂട്ടിവരുത്തണം. വരുന്നവർ മുഴുവൻ കർത്താവിലേക്ക് തിരിഞ്ഞ് രക്ഷ പ്രാപിക്കണം. വരുന്നവർ മുഴുവൻ നിത്യജീവന്റെ അവകാശികളായി തീരണം. ഏക ലക്ഷ്യം. ഈ കൂട്ടായ്മയ്ക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ. ഈ കൂട്ടായ്മയിൽ കയറുന്ന മുഴുവൻ പേരും നിത്യജീവന്റെ അവകാശികളാകുക.
മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പവരുടെ സകലതും കൂട്ടിച്ചേർത്ത് കിട്ടുമെന്നുള്ള നിന്റെ വാഗ്ദത്തം നിവൃത്തിയായി. ദൈവനാമ മഹത്വത്തിനാക്കി മാറുക. മുഴുവൻ പേര് ഇൻഡിവിജ്വലായി ദേശത്ത്, സഭയിൽ, ഇടവകയിലെല്ലാം സാക്ഷികളായിരിക്കണം. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അനുയായികളാകുക, കർത്താവ് യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരാകുക, കർത്താവ് യേശു ക്രിസ്തുവിൽ മാത്രം ആശ്രയിക്കുന്നവരാകുക, ഏകസത്യ ദൈവത്തിൽ ആശ്രയിക്കുന്നവരാകുക, തൃത്വ ദൈവത്തിൽ ആശ്രയിക്കുന്നവരാകുക. അതുപോലെ കർത്താവേ, ആ കൂട്ടായ്മയിൽ ആദ്യ അവസാനം നീ കൂടെ ഇരിക്കണം. നിന്റെ സാന്നിധ്യം കൂട്ടായ്മയിൽ ആരംഭം മുതൽ മുഴുവൻ പേർക്കും അവരവരുടെ ശരീരത്തിൽ അറിയുവാനും, ഏതെങ്കിലും രോഗത്താലോ ഭാരത്താലോ വരുന്നവർ തൽസമയം സൗഖ്യം പ്രാപിച്ച് കർത്താവിനെ മടി കൂടാതെ മഹത്വപ്പെടുത്തുവാനും തക്കവണ്ണം എല്ലാവരുടെ മേൽ നിന്റെ ആത്മാവിൻ്റെ വ്യാപാരം ഉണ്ടാകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുക. യേശുവേ, നിന്റെ നാമം മാത്രം ക്ഷേമെടുക്കുന്നത്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം പഠിച്ചത് ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ് ഒരുമിച്ച് കൂടുന്നത്. ഒരു ശരീരത്തിലെ അവയവങ്ങൾ ഒരിക്കലും ഭിന്നതയോടെ നിൽക്കാറില്ല. മനുഷ്യ ശരീരത്തിലെ ആ അവയവങ്ങൾ മനസ്സിനനുസൃതമായി പ്രവർത്തിക്കുന്നത് പോലെ ദൈവമക്കൾ ക്രിസ്തുവിൻ്റെ ഹിതത്തിനനുസൃതമായി ഒരുമനപ്പെട്ട് ഐകമത്യപ്പെട്ട് ഭിന്നത കൂടാതെ ഏകാത്മാവുള്ള ഏകഹൃദയമുള്ള ഒരു സമൂഹത്തെ ഒരുമിച്ച് കൂട്ടണമേ എന്ന് കർത്തനാമത്തിൽ പ്രാർത്ഥിക്കും. എല്ലാവർക്കും ഒരേ ആത്മാവ്, ഒരേ ഹൃദയം, പുതിയ ആത്മാവ്, പുതിയ ഹൃദയം, പുതിയ മനസ്സ്, പുതിയ നിന്റെ വഴി, ഇത് ഞങ്ങൾ കാണിച്ചു തന്നെ. ഞങ്ങളെല്ലാവരുടെയും കൂട്ടായ്മ കടത്തുന്ന മുഴുവൻ പേരുടെയും കർത്താവെ നീ സംസാരിക്കണം. നീ ആകർഷിക്കുന്നവർ മാത്രം വന്നാൽ മതി കർത്താവ്. ഒരു ചെറിയ വാക്കിൻ്റെ ഭിന്നത പോലും ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നൊരു കർത്താവെ നീ കൂട്ടി വരുത്തരുത്. ഈ ദേശത്തെ ഉണർത്തുന്നൊരു ശുശ്രൂഷയാണ് ഞങ്ങളുടെ ലക്ഷ്യം കർത്താവ്. കർത്താവ്, ഈ ദേശത്തെ ദേശാധിപതികൾ നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ എന്നേക്കുമായി ഈ ദേശത്ത് നിന്ന് വിട്ടുപോകട്ടെ എന്ന് കൽപ്പിച്ച് പ്രാർത്ഥിക്കുക. 4 ദിക്കിൻ്റെയും അന്ധകാര ശക്തികൾ നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകട്ടെ എന്ന് കൽപ്പിച്ചു. ഈ ഭവനവും ഇവിടെ കൂടി വരുന്നവരും ഇതിൻ്റെ 4 വശത്തുമുള്ള എല്ലാ കുടുംബങ്ങളും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. ഈ ധ്യാനത്തിന് ചുറ്റും നിൽക്കുന്ന എല്ലാ കുടുംബങ്ങളെയും കർത്താവെ നിന്റെ വലതുകരം നീട്ടി അനുഗ്രഹിക്കാനെന്ന് പ്രാർത്ഥിക്കും. ധ്യാനകേന്ദ്രം ഇവിടെ നിലകൊള്ളുന്നത് സമീപ കുടുംബങ്ങളിലേക്കും അതിൻ്റെ ശക്തി വ്യാപരിപ്പാൻ തക്കാനുള്ള തേജസ് ഈ ആലയത്തിൽ, ഈ ഭവനത്തിൽ, ഈ ദേശത്ത് ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടവരുത്തുമാറാകണമേ എന്ന് കർത്തനാമത്തിൽ പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാവ് അതിൻ്റെ നിറവ്, പരിശുദ്ധൻ്റെ ശക്തി, അധികാരം എല്ലാം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുവാനും പ്രാർത്ഥിക്കും. അവിടുത്തെ തൃപ്പാദത്തിൽ പൊടികളും താഴ്ത്തി ഏൽപ്പിക്കുന്നു. പ്രാർത്ഥനാട്ടനായ സ്തോത്രം. എല്ലാം കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മളെ ആമീൻ. ദൈവ തിരുനാമം മാത്രം മഹത്വം എടുക്കട്ടെ. നിങ്ങൾ വായിച്ചത് 28ാമത്തെ വാക്യമാണ്. ദൈവസഭയിൽ ഒന്നാമത് അപ്പോസ്തോലന്മാർ. ഒന്നാമതായി അപ്പോസ്തോലന്മാരെയാണ്. കാരണം തിരിച്ചറിയേണ്ടത് സഭയെ പണിതിരിക്കുന്നത് ക്രിസ്തുവാകുന്ന മൂലക്കല്ലിന്മേൽ അപ്പോസ്തോലന്മാരാകുന്ന അടിസ്ഥാനത്തിന്മേലാണ് സഭയെ പണിതിരിക്കുന്നത്. എബ്രായ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ കർത്താവിനെയും അപ്പോസ്തലനെന്ന് വിളിച്ചിരിക്കുന്നതായി കാണാൻ കഴിയും. ഇവിടെ അത് അപ്പോസ്തലൻ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുക. അപ്പോൾ ഒരു ശുശ്രൂഷ ചെയ്യുമ്പോൾ, ആ അപ്പോസ്തലന്മാർ ചെയ്തിരുന്ന ശുശ്രൂഷ ചെയ്യുമ്പോൾ ആ ശുശ്രൂഷയുള്ള ബന്ധത്തിലാണ് യേശുവിനെ അപ്പോസ്തലൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. വായിക്കും. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ
സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ നാം സ്വീകരിച്ച് പറയുന്ന കണ്ടോ, അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശു ക്രിസ്തുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. കണ്ടോ, വ്യക്തമായി നമ്മൾ തിരിച്ചറിയേണ്ടത് യേശുക്രിസ്തുവിനെ കുറിച്ച് അവിടെ അപ്പോസ്തലൻ എന്ന് പറഞ്ഞിരിക്കുന്നു. യേശുക്രിസ്തുവിനെ അവിടെ മഹാപുരോഹിതൻ എന്ന് പറഞ്ഞു. എന്നേക്കും മഹാപുരോഹിതനാന്ന് വേറെ വാക്യമുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടത് യേശുക്രിസ്തു ദൈവമാണ്. പക്ഷെ എന്നാലും ഇവിടെ ഭൂമിയിലായിരുന്നപ്പോൾ ആ അപ്പോസ്തോലിക ഒരു ശുശ്രൂഷ അയക്കപ്പെട്ടവൻ ആ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ അപ്പോസ്തലൻ എന്ന് ആ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുക. പ്രാർത്ഥനാ ശുശ്രൂഷ എന്നുള്ള ബന്ധത്തിൽ മഹാപുരോഹിതൻ എന്ന് അപ്പോസ്തലനെ കുറിച്ച് യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുക. ദൈവത്തിൽ നാം മതം ഇത് നാം തിരിച്ചറിയേണ്ടത് ഈ അപ്പോസ്തോലിക ശുശ്രൂഷ മനുഷ്യരാൽ കർത്താവ് ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അവർ അപ്പോസ്തലന്മാരല്ല. അപ്പോസ്തോലിക ശുശ്രൂഷ ഇവിടെ നടപ്പിലാകുന്നുണ്ട്. ഇന്നും അപ്പോസ്തലന്മാർ ചെയ്തതുപോലെയുള്ള ശുശ്രൂഷ ഇന്നും ഇവിടെ നടപ്പിലാകുന്നു. പക്ഷെ അപ്പോസ്തലൻ എന്ന ആ ഗണത്തിൽ 12 പേരെ കർത്താവ് തിരഞ്ഞെടുത്തു. ഒരാൾ പോയി പകരം ഒരാൾ തിരഞ്ഞെടുത്തു. എന്നാൽ പൗലോസ് അപ്പോസ്തലനെ സ്പെഷ്യലായിട്ട് അപ്പോസ്തലനായിട്ട് കർത്താവ് തിരഞ്ഞെടുത്തിട്ടുണ്ട്. ദൈവത്തിന് നാമം മാത്രം മതി. അതും കർത്താവ് നേരിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളതാണ്. എന്നാൽ ഇവിടെ നാം തിരിച്ചറിയേണ്ടത് അപ്പോസ്തോലിക ശുശ്രൂഷ ഇന്ന് മനുഷ്യരിലൂടെ കർത്താവ് വെളിപ്പെടുത്തുന്നുണ്ട്. കർത്താവ് ഈ യേശുവിനെ അപ്പോസ്തലൻ എന്ന് വിളിച്ചതുപോലെ മഹാപുരോഹിതൻ എന്ന് വിളിച്ചതുപോലെ പുരോഹിത ശുശ്രൂഷ മനുഷ്യരിൽ വെളിപ്പെടുത്തുന്നു. ദൈവത്തിന് നാം മാത്രം മഹത്വം എടുക്കട്ടെ. അതുകൊണ്ട് ഒരിക്കലും ആ 12 അപ്പോസ്തലന്മാരുടെ ഗണത്തിലേക്ക് ഒരിക്കലും ആരും പ്രവേശിക്കപ്പെടുന്നില്ല. അതവിടെ അവസാനിച്ചു. ദൈവത്തിന് നാം മാത്രം മഹത്വം എടുക്കട്ടെ. അപ്പോൾ നമ്മൾ വായിച്ചു വന്നത് 3:1 അഭിപ്രായം 3:1 വളരെ വ്യക്തമായി മനസ്സിലായി. അപ്പോസ്തലനുമാണ് യേശു, മഹാപുരോഹിതനുമാണ്. എന്തൊക്കെയോ, അതായത് നമുക്കറിയാം പഴയ നിയമത്തിൽ നിന്നും മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതൻ എന്ന സ്ഥാനത്തേക്ക് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. ദൈവ തിരുനാമം മാത്രം മഹത്വം എടുക്കട്ടെ. വീണ്ടും നമുക്ക് തിരിച്ചറിയേണ്ടത് എഫേസ്യ ലേഖനം 4:11 വായിക്കുമ്പോൾ അപ്പോസ്തോൽസ് എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് അപ്പോസ്തോലൻ എന്ന വാക്ക് ഉണ്ടായി വന്നത്. പ്രതിനിധി, അയക്കപ്പെട്ടവൻ, സന്ദേശവാഹകൻ, ആദ്യായ അർത്ഥങ്ങളുണ്ട്. ഒരു സന്ദേശവാഹകൻ, സന്ദേശം എത്തിക്കുന്നയാൾ. അപ്പം കർത്താവിൻ്റെ സന്ദേശം മനുഷ്യരിലേക്ക് എത്തിക്കുന്ന ആളാണ് അപ്പോസ്തലൻ. കർത്താവിൽ നിന്ന് കേട്ട് പറയുന്നയാളാണ് അപ്പോസ്തലൻ. അപ്പോൾ ആ ശുശ്രൂഷ ഇന്നിവിടെ ഉണ്ട്, ഇവിടെ ഉണ്ടാകണം. അതാണ് 16 യോഹന്നാന്റെ സുവിശേഷം 16:13 പറഞ്ഞിരിക്കുന്നതാണ്. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ നിങ്ങൾ സ്വയമായി സംസാരിക്കാതെ കേൾക്കുന്നത്. എവിടെ നിന്ന് കേൾക്കുന്നത്? കർത്താവിൽ നിന്ന് കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് അറിയിച്ചു തരികയും ചെയ്യും. അതിൽ പ്രവാചക ശുശ്രൂഷ ഉണ്ട്, അപ്പോസ്തോലിക ശുശ്രൂഷയുണ്ട്. ദൈവത്തിന് നാം മാത്രം മാത്രം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് എഫെസ്യർ 4:15 ഇതിനകത്ത് ഒന്നും ഡീപ്പായിട്ട് പറഞ്ഞു, അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ വാക്കിൻ്റെ അർത്ഥം നമ്മളിപ്പോൾ കണ്ടെത്തി. ഒന്ന്, പ്രതിനിധി, കർത്താവിന് പ്രതിനിധിയായി പ്രവർത്തിക്കുക, അയക്കപ്പെട്ടവൻ അർത്ഥം. സന്ദേശവാഹകൻ, സന്ദേശം എത്തിക്കുന്നയാൾ, കർത്താവിനെക്കുറിച്ചുള്ള സന്ദേശം എത്തിക്കുന്നയാൾ. ആദ്യ അർത്ഥങ്ങളാണ് ഈ വാക്കിനുള്ളത്. പുതിയ നിയമത്തിൽ അപ്പോസ്തലൻ എന്ന വാക്ക് 79 പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്നു. അപ്പോസ്തലന്മാരെ കർത്താവാണ് നിയമിക്കുന്നത്. അത് എഫേസ്യ 4:11 ഗലാത്യ 1:1 നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും.
അപ്പോസ്തലനെ നിയമിക്കുന്നത് കർത്താവാണ്. അതാണ് പറഞ്ഞ 12 അപ്പോസ്തലനും ഒരു അപ്പോസ്തലൻ പിന്നീട് പൗലോസ് അപ്പോസ്തലൻ. അത് കർത്താവ് നിയമിച്ച അപ്പോസ്തലൻ തന്നെയാണ്. കർത്താവ് നേരിട്ട് തിരഞ്ഞെടുത്തതാണ് പൗലോസ് അപ്പോസ്തലനെ. ഗലാത്യ 1-ാം അധ്യായത്തിൽ കാണാൻ കഴിയും. അവരുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അവർ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു, അടയാളങ്ങൾ കാണിക്കുന്നു, ധാരാളം അടയാളങ്ങൾ അവരിൽ വെളിപ്പെടുന്നു, വീര്യപ്രവൃത്തികൾ എന്നിവ അവരുടെ ലക്ഷണങ്ങളാണ്. ഓരോ അപ്പോസ്തലന്മാരിലൂടെയും കണ്ടുവന്ന അടയാളങ്ങളാണ് അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികൾ. അപ്പോസ്തലന്മാരിലൂടെ അന്ന് വെളിപ്പെട്ട കാര്യമാണ്. അപ്പോസ്തലന്മാരുടെ മാത്രമല്ല, വിശ്വസിക്കുന്നവരാലും ഈ അടയാളങ്ങൾ വെളിപ്പെടണം. അതുകൊണ്ടാണ് ഈ ശുശ്രൂഷകൾ വെളിപ്പെടുന്ന ഒരു വ്യക്തിയിലൂടെ അപ്പോസ്തോലിക ശുശ്രൂഷ നടക്കുന്നു എന്ന് ഞാൻ നേരത്തെ പറയാൻ കാരണം. അപ്പോസ്തലന്മാർ ചെയ്ത ശുശ്രൂഷ ഇന്നും നടക്കുന്നു. ഈ 3 ശുശ്രൂഷയിൽ നടക്കുന്ന ശുശ്രൂഷകളാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും. ദൈവത്തിന് നാം മാത്രം മഹത്വം എടുക്കട്ടെ. 2 കൊരിന്ത്യർ 12:12 വായിക്കാം. 2 കൊരിന്ത്യർ 12:12. അപ്പോസ്തലന്റെ ലക്ഷണങ്ങൾ പൂർണ്ണ സഹിഷ്ണുതയിലും. കണ്ടോ, അപ്പോസ്തലന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? പൂർണ്ണ സഹിഷ്ണുത, അടയാളങ്ങളിലും അത്ഭുതങ്ങളാലും വീര്യപ്രവൃത്തികളാലും നിങ്ങളുടെ ഇടയിൽ വെളിപ്പെട്ടു വന്നല്ലോ. അപ്പൊ പൂർണ്ണ സഹിഷ്ണുത ഉണ്ടായിരുന്നു അവർക്ക്. പിന്നെ അടയാളം, അത്ഭുതം, വീര്യപ്രവൃത്തി. ഇത് അപ്പോസ്തലന്മാരിലൂടെ കാണണം. അപ്പൊ ഇന്ന് ഈ ശുശ്രൂഷ നമ്മിൽ കാണുന്നുവെങ്കിൽ അപ്പോസ്തലിക ശുശ്രൂഷയാണ്, അപ്പോസ്തലനല്ല. അപ്പോസ്തലന്മാരിൽ കണ്ടുവന്ന ശുശ്രൂഷ നമ്മിൽ കാണുന്നുവെങ്കിൽ അപ്പോസ്തലിക ശുശ്രൂഷ നടക്കുന്നു. പക്ഷെ അപ്പോസ്തലനാകില്ല. ദൈവത്തിന് നാമം മാത്രം മഹത്വമുണ്ട്. 1 കൊരിന്ത്യർ 9-ാം അധ്യായം 1-2 വാക്യം. ഞാൻ സ്വതന്ത്രനല്ലയോ, ഞാൻ അപ്പോസ്തലനല്ലയോ, നമ്മുടെ കർത്താവായ യേശുവിനെ ഞാൻ കണ്ടിട്ടില്ലയോ, കർത്താവിൽ ഞാൻ ചെയ്ത പ്രവൃത്തിയുടെ ഫലം നിങ്ങൾ അല്ലയോ. പൗലോസ് അപ്പോസ്തലൻ പറയുക, ഞാൻ സ്വതന്ത്രനല്ലയോ, ഞാൻ അപ്പോസ്തലനല്ലയോ, കർത്താവായ യേശുവിനെ ഞാൻ കണ്ടിട്ടില്ലയോ, കർത്താവായ യേശു ക്രിസ്തുവിനെ ഞാൻ കണ്ടിട്ടില്ലയോ, കർത്താവിൽ ഞാൻ ചെയ്ത പ്രവൃത്തിയുടെ ഫലം നിങ്ങൾ അല്ലയോ. കർത്താവിൽ ഞാൻ ചെയ്ത പ്രവൃത്തിയുടെ ഫലം നിങ്ങളല്ലയോ. ഉണ്ടോ? അപ്പോസ്തലനാകുന്നതിന് മറ്റൊരു കാര്യമാണ്, കർത്താവിൽ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമുണ്ടാകണം. അനേകം പേരെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന, ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരാക്കി രൂപാന്തരപ്പെടുത്തണം. നിത്യജീവന്റെ അവകാശികളാക്കി രൂപാന്തരപ്പെടുത്തണം. അത് നമ്മിൽ കാണണം. ദൈവത്തെ അത് പൗലോസ് അപ്പോസ്തലനിൽ കണ്ടു എന്നാണ് അപ്പോസ്തലൻ തന്നെ പറഞ്ഞിരിക്കുന്നത്. ദൈവനാമം നമുക്കറിയാവുന്ന കാര്യമാണ്. ദൈവത്തിന് നാം മാത്രം മഹത്വം എടുക്കട്ടെ. 1 കൊരിന്ത്യർ 15:8 വായിക്കാം. എല്ലാവർക്കും ഒടുവിൽ സകല പ്രജ പോലെയുള്ള എനിക്കും പ്രത്യക്ഷനായി. അകാല പ്രജ പോലെ വന്നയാളാണ് പൗലോസ് അപ്പോസ്തലൻ. ആ പൗലോസ് അപ്പോസ്തലനും പ്രത്യക്ഷനായി. ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനല്ലോ. ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനല്ലോ. ദൈവസഭയെ ഉപദ്രവിച്ചതിനാൽ അപ്പോസ്തലൻ എന്ന പേരിന് യോഗ്യനുമല്ല. ഞാൻ ദൈവസഭയെ ഉപദ്രവിച്ചയാളാണ്, അപ്പോസ്തലൻ ഏറ്റവും ചെറിയവനാണ്. പക്ഷെ ഞാൻ അപ്പോസ്തലന് എന്ന് പറയാൻ യോഗ്യനുമല്ല. എങ്കിലും ഞാൻ ആകുന്നത് ദൈവകൃപയാലാകുന്നു. അപ്പൊ ഞാനിപ്പോൾ അപ്പോസ്തലനായിട്ടുണ്ടെങ്കിൽ, ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് ദൈവകൃപയാലാകുന്നു. ദൈവം അവനെ ഭരമേൽപ്പിച്ചതാകുന്നു. ദൈവത്തിന് നാം മാത്രം മഹത്വമുണ്ട്. അവിടെ നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം, അങ്ങനെ ആയിരിക്കണം നമ്മൾ ഓരോരുത്തരും. അങ്ങനെയുള്ള ശുശ്രൂഷ ചെയ്യുന്നവരും
ഈ അപ്പോസ്തോലിക ശുശ്രൂഷ ചെയ്യുന്നവരാകണം. അപ്പോസ്തലൻ പറഞ്ഞു, എൻ്റെ ക്രിസ്തുവിലുള്ള ശുശ്രൂഷയുടെ ഫലം നിങ്ങളല്ലയോ? അപ്പോൾ നമ്മിലൂടെ അനേകം പേർ മാനസാന്തരപ്പെട്ട് കർത്താവിലേക്ക് തിരിയണം. അത് ശുശ്രൂഷയുടെ ഫലമാണ്. അപ്പോസ്തോലിക ശുശ്രൂഷയുടെ ഫലമാണ് മറ്റൊരു വ്യക്തിയെ ക്രിസ്തുവിലേക്ക് ആദായപ്പെടുത്തുക എന്നുള്ളത്, മറ്റൊരു വ്യക്തിയെ ആത്മരക്ഷയിലേക്ക് നയിക്കുക എന്നുള്ളത്. ദൈവം മാത്രം എടുക്കട്ടെ. വീണ്ടും 2 കൊരിന്ത്യർ 12:12 അപ്പോസ്തലർ 10:18-20 അല്ല ഇതാണ് 2 കൊരിന്ത്യർ 12:12 വായിച്ചു. 2 കൊരിന്ത്യർ 12:12. അപ്പോസ്തലന്റെ ലക്ഷണങ്ങൾ പൂർണ്ണ സഹിഷ്ണുതയിലും വായിച്ചു. മത്തായിയുടെ സുവിശേഷം കർത്താവ് തെരഞ്ഞെടുക്കുന്ന അപ്പോസ്തലന്മാരെ ഏൽപ്പിക്കുന്ന ദൗത്യം. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 2-ാം വാക്യം. കർത്താവ് തെരഞ്ഞെടുത്ത അപ്പോസ്തലന്മാരെ ശുശ്രൂഷ ഭരമേൽപ്പിച്ച് വിടുകയാണ്. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 2 വായിക്കുന്നു കാണാം. 12 അപ്പോസ്തലന്മാരുടെയും പേരാണിത്. ഒന്നാമൻ പത്രോസ് എന്നു പേരുള്ള ശീമോൻ, അവരുടെ സഹോദരൻ അന്ത്രയോസ്, സെബദിയുടെ മകൻ യാക്കോബ്. അങ്ങനെ 12 പേരെ അവിടെ തെരഞ്ഞെടുത്തതായിട്ട് കാണാം. താഴത്തേക്ക് വായിക്കുമ്പോൾ 10:5 വായിച്ച്. ഈ 12 പേരെയും യേശു അയക്കുമ്പോൾ അവരോട് ആജ്ഞാപിച്ച എന്തെന്നാൽ ജാതികളുടെ അടുക്കൽ പോകാതെയും. അപ്പൊ അന്ന് ശുശ്രൂഷ ജാതികളുടെ ഇടയിലുള്ള ശുശ്രൂഷ ആരംഭിച്ചിട്ടില്ല. കർത്താവ് വന്ന് എല്ലാവരെയും രക്ഷിപ്പാനാണ്. പക്ഷെ അന്ന് ആ ശുശ്രൂഷ ആരംഭിച്ചിട്ടില്ല. അപ്പം ജാതികളുടെ അടുക്കൽ പോകാതെയും ശമര്യരുടെ പട്ടണത്തിൽ കടക്കാതെയും ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കൽ തന്നെ ചെല്ലുകയും. ഇസ്രായേൽ ജനത്തിലെ ഇസ്രായേൽ ഗ്രഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്ക് ചെല്ലുകയും. അപ്പം ആദ്യ അപ്പോസ്തലന്മാരെ അയക്കുന്നത് ഇസ്രായേൽ ഗ്രഹത്തിലേക്കാണ്. അങ്ങനെ യഹൂദന്മാരാണ് അവരെ ആ ശുശ്രൂഷയാണ് ആദ്യം ഏൽപ്പിക്കുന്നത്. വായിച്ചു. നിങ്ങൾ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിക്കുകയും. അവിടെ ചെന്ന് എന്ത് പറയണം? നമ്മുടെ ദൗത്യം അതാണ്. അപ്പോസ്തലിക ശുശ്രൂഷയാണത്. അത് നമ്മൾ ചെയ്യണം. നിങ്ങൾ ചെല്ലുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിപ്പിൻ. രോഗികളെ സൗഖ്യമാക്കുവിൻ. എന്ത് ചെയ്യണം? രോഗികളെ സൗഖ്യമാക്കണം. ഈ ശുശ്രൂഷ അന്ന് അവസാനിച്ചു പോയ ശുശ്രൂഷയല്ല. ഇന്ന് നമ്മളെ ഓരോരുത്തരെയും ഭരമേൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയാണ്. അത് ആർക്കാണുള്ളത്? വിശ്വസിക്കുന്നവർക്ക്. കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ ശുശ്രൂഷയാണ് നിങ്ങൾ പോയി രോഗികളെ സൗഖ്യമാക്കുക. ഇത് ഏറ്റെടുക്കണം. ഇതിനാ കർത്താവ് നമ്മളെ ആക്കി വച്ചിരിക്കുന്നത്. ഈ ലോകത്ത് തകർന്നു കിടക്കുന്ന രോഗികളെ സൗഖ്യമാക്കുക. വീണ്ടും അടുത്തത് മരിച്ചവരെ ഉയർപ്പിക്കുവിൻ. മരിച്ചവരെ ഉയർപ്പിക്കണം. അവസാനിച്ച ശുശ്രൂഷയല്ല. ഇന്നും കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയാണത്. മരിച്ചവരെ ഉയർപ്പിക്കുവിൻ. കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുവിൻ. ഭൂതങ്ങളെ പുറത്താക്കുവിൻ. സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചത് സൗജന്യമായി കൊടുപ്പിൻ. സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചത് സൗജന്യമായി കൊടുപ്പിൻ. സൗജന്യമായി കൊടുക്കണം. ദൈവത്തിരുനാമം മാത്രമേ. അപ്പോൾ ഭൂതങ്ങളെ പുറത്താക്കണം, രോഗികളെ സൗഖ്യമാക്കണം, കുഷ്ഠരോഗികളെ ശുദ്ധരാക്കണം. നമ്മൾ തിരിച്ചറിയേണ്ടത് ഈ ശുശ്രൂഷ അവസാനിച്ച ശുശ്രൂഷയല്ല. യേശു ഇന്നും ജീവിക്കുന്നത് വിശ്വസിക്കുന്നുവെങ്കിൽ ആ ശുശ്രൂഷ ഇന്നും ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ യേശുവിടെ ഇത് നമ്മളെ പറഞ്ഞു തന്നിട്ടൊരു കാര്യമില്ല. നമ്മളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഈ ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടിയിട്ടാണ്, അനേകരെ വിടുവിക്കുവാൻ വേണ്ടിയിട്ടാണ്, അനേകരെ സ്വാതന്ത്ര്യമാക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാം യേശുവിൻ്റെ നാമത്തിൽ ചെയ്യണം. മാത്രമല്ല യേശുവിനോട് തൊള്ളണം. കാരണം ഈ ശുശ്രൂഷ എന്നെ നിങ്ങളെയും ഭരമേൽപ്പിച്ചിരിക്കുന്നു. കാലം തികഞ്ഞു, സ്വർഗ്ഗരാജ്യം സമീപിച്ചിരിക്കാൻ സുവിശേഷത്തിൽ വിശ്വസിപ്പി. അടുത്ത വാക്യം. മടിശീലയിൽ പൊന്നും വെള്ളിയും ചെമ്പും വഴിക്ക് പൊക്കണവും രണ്ടുടുപ്പും
ചെരുപ്പും വടിയും കരുതരുത്. ഇനിയും താഴത്തേക്ക് വായിക്കുന്നില്ല. അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അവിടെ പോകുന്ന വഴിക്ക് നിങ്ങൾ ഒന്നും എടുക്കണ്ട. നിങ്ങൾ ഏതെങ്കിലും ഒരു ഭവനത്തിൽ ചെല്ലുമ്പോൾ യോഗ്യമായ ഭവനം നോക്കി അവിടെ തന്നെ താമസിക്കുന്ന, മാറിക്കയറി ഇറങ്ങി വേറെ വീടുകളിൽ പോകണ്ട. ഏതൊരു ഭവനത്തിലേക്ക് യോഗ്യമായ ഭവനം നോക്കി അവിടെ തന്നെ താമസിച്ചുകൊള്ളു. ദൈവ തിരുനാമം മാത്രമാണ്. അവിടെ ഒരു ഭവനത്തിലേക്ക് ചെല്ലുമ്പോൾ ഈ ഭവനത്തിന് സമാധാനമെന്ന് പറയുമ്പോൾ ആ സമാധാനം ആഗ്രഹിച്ചുകൊണ്ടൊരു വ്യക്തി അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പറയണു, സമാധാനം കിട്ടും. ആമേൻ. അത് കൈക്കൊള്ളാൻ താല്പര്യമില്ല എങ്കിൽ വചനം പറയുന്നു, കാലിൻ്റെ പൊടിയും തട്ടിക്കൊണ്ട് പോരെ. ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് സമാധാനം കിട്ടില്ലെങ്കിൽ പിന്നെ ഈ വചനം നമ്മൾ പ്രസംഗിച്ചതുകൊണ്ട് ഒരു പ്രയോജനമില്ല. യേശു ജീവിക്കുന്ന, ഇന്നും ജീവിക്കുന്ന സത്യ ഏക ദൈവമാണ്. നമുക്ക് വേണ്ടത് ഒറ്റ കാര്യം, വിശ്വാസം. വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണാം. ആമേൻ. ഇതാണ് കർത്താവ് പറഞ്ഞിട്ടുള്ളത്, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. വിശ്വസിക്കാതെ വന്നപ്പോൾ കർത്താവ് പോലും അത്ഭുതങ്ങൾ അടയാളം പ്രവർത്തിക്കാതെ ഒരു ദേശത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് വിട്ടുപോയി. കാരണം ഇത്രയും അത്ഭുത അടയാളം നടന്നിട്ടും ഒരു സ്ഥലത്ത് നിന്ന് പാടുള്ളവർ വിശ്വസിക്കുന്നില്ല. കർത്താവ് പറഞ്ഞു, ഇത് ഞാൻ സോതോമിലോ മറ്റു സ്ഥലത്ത് നടത്തിയിരുന്നെങ്കിൽ അവിടെ അനേകം രക്ഷപ്പെട്ടേനെന്ന് പറഞ്ഞു. അതുകൊണ്ട് അവർ വേറെ സ്ഥലത്തേക്ക് മാറിപ്പോയി എന്ന് നമുക്ക് വായിക്കാനായിട്ട് കഴിയും. കർത്താവിന് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? യഹോവയ്ക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? പക്ഷെ കർത്താവ് പറയുന്ന വിശ്വാസം കൈക്കൊള്ളുന്നില്ല എങ്കിൽ അവർക്കത് ലഭ്യമാകില്ല. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. സ്വീകരിക്കണം, വിശ്വസിക്കണം, ആശ്രയിക്കണം, സ്വീകരിക്കണം. അപ്പോഴാണ് അത്ഭുതം നടക്കുന്നത്. ആ വചനാണ് അവനെ സൗഖ്യമാക്കുന്നത്. നമ്മൾ പറയുന്നത് നമ്മളല്ല സൗഖ്യമാകുന്നത്, നമ്മൾ പറയുന്നത് വചനം. വചനം എന്താ? വചനം ആരാണ്? വചനം യേശുവാണ്. വചനം ദൈവമാണ്. ആ വചനം കൈക്കൊള്ളുമ്പോൾ അവൻ ദൈവത്തെ കൈക്കൊണ്ടത്. ആ വചനത്തെ സ്വീകരിച്ചപ്പോൾ അവൻ യേശുവിനെ സ്വീകരിച്ചത്. ആ വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അവൻ്റെ നിറവിൽ നിന്ന് എനിക്ക് നിങ്ങൾക്കും എന്ത് ലഭിച്ചു? കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. ആമേൻ. ദൈവ തിരുനാമം മാത്രം മഹത്വം എടുക്കട്ടെ. അപ്പോൾ നമ്മൾ കണ്ടത് അവിടെ ഈ ശുശ്രൂഷ ചെയ്തു. അവിടെ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കാണാൻ കഴിയും, ഒരു പോയയിടത്തൊക്കെയും ഭൂതങ്ങൾ ഉൾപ്പെടെ എല്ലാം വീണുപോയതും 70 പേരെ രണ്ടായിട്ടയച്ചു. അവിടെയും അതേ കാര്യം തന്നെ നടന്ന് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരുന്നു. അപ്പോൾ തിരിച്ചറിയേണ്ട ഇന്നും ഈ ശുശ്രൂഷ ഉണ്ട് എന്നുള്ള കാര്യം മാത്രം നമ്മൾ തിരിച്ചറിഞ്ഞാൽ ആ മേഖലയിൽ നിന്ന് വിടുകയാണ്. അപ്പോസ്തോലിക ശുശ്രൂഷ. ക്രിസ്തീയ സഭ യേശു ക്രിസ്തു എന്ന അടിസ്ഥാന ശിലമേൽ പണിതിരിക്കുന്നു. അത് നമ്മൾ തിരിച്ചറിയേണ്ടത്. 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം 15-ാം വാക്യം. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ആകുന്ന അടിസ്ഥാന കല്ലുകളാൽ പണിയപ്പെട്ടിരിക്കുന്നു. കൊരിന്ത്യർ 3:11. യേശുക്രിസ്തു ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല.
അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ അവനവന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. മതി. അപ്പോൾ യേശുക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേലാണ് സഭയെ പണിതിരിക്കുന്നത്. വീണ്ടും എഫെസ്യ ലേഖനം 2:20 അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ആകുന്ന അടിസ്ഥാന കല്ലുകളാൽ പണിയപ്പെട്ടിരിക്കുന്നു. ഇത് അടിസ്ഥാന പണിയല്ല, മേൽപ്പണിയാണ് നടക്കുന്നത്. ക്രിസ്തു എന്ന മൂലക്കല്ലിന്മേൽ നിന്നുള്ള മേൽപ്പണിയാണ് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനം. ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. നിങ്ങളെ പ്രവാചകന്മാരും അപ്പോസ്തലന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. ആ അടിസ്ഥാനത്തിന്മേലാണ് സഭയെ പണിതിരിക്കുന്നത്. അതിനോട് ചേർത്ത് വെച്ചാണ് സഭ പണിയപ്പെടുന്നത്. ദൈവത്തിന് നാം മാത്രം മഹത്വം എടുക്കട്ടെ. അപ്പോസ്തലപ്രവൃത്തി 14:14 ഇത് അപ്പോസ്തലന്മാരായ ബർന്നബാസും പൗലോസും കേട്ടിട്ട് അപ്പോസ്തലനായ ബർന്നബാസ് അപ്പോൾ ആ 12 അപ്പോസ്തലന്മാരിൽ പെട്ടതല്ല. അപ്പോസ്തലന്മാരായ ബർന്നബാസും പൗലോസും കേട്ടിട്ട് വസ്ത്രം കീറിക്കൊണ്ട് പുരുഷാരത്തിന്റെ ഇടയിലേക്ക് ഓടിച്ചെന്ന് അതായത് വസ്ത്രം കീറിക്കൊണ്ട്, ഒരു അപ്പോസ്തലൻ വസ്ത്രം കീറി എന്ന് പറഞ്ഞാൽ അത്ര വലിയ തെറ്റ് ചെയ്തു എന്നാണ്. അപ്പോസ്തലന്മാരെ മാലയിടിക്കാൻ ചെന്നതാണ് തെറ്റ്. അതിൻ്റെ മുമ്പിൽ അതിൻ്റെ മുകളിൽ വായിച്ചാൽ കാണാൻ കഴിയും. അവിടെ അത്ഭുത അടയാളം നടന്നു കഴിഞ്ഞപ്പോൾ അപ്പോസ്തലന്മാരെ മാലയിടിക്കാനായിട്ട് ചെന്നു. അത് അവിടെ ഉണ്ടാവും, ദേവന്മാരാണ് ഇറങ്ങി വന്നേക്കണേന്നും പറഞ്ഞിട്ട് അവരെ മാലയിടിക്കാൻ ചെന്നു. അവിടെ അപ്പോസ്തലന്മാർ വസ്ത്രം കീറി. വായിച്ചോ. അവരെന്താ പറഞ്ഞു? ഒരു വസ്ത്രം കീറിക്കൊണ്ട് എന്ത് പറഞ്ഞു? പുരുഷന്മാരെ നിങ്ങൾ ഈ ചെയ്യുന്നതെന്ത്? ഞങ്ങൾ നിങ്ങളോട് സമസ്വഭാവമുള്ള മനുഷ്യരത്രേ. കണ്ടോ, അവിടെ ബർന്നബാസും പൗലോസ് അപ്പോസ്തലനും പറയുക, എന്താ പറഞ്ഞത്? ഞങ്ങൾ നിങ്ങളെപ്പോലെ തന്നെ സമസ്വഭാവമുള്ള മനുഷ്യരാണ്. ഞങ്ങൾ ദൈവങ്ങളല്ല. ഞങ്ങളെ കൊണ്ടെന്ന് മാല ഇടിയിക്കല്ലേ. നിങ്ങൾ ഈ വ്യർത്ഥ കാര്യങ്ങളെ വിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവം. നമുക്കറിയാം, ആകാശവും ഭൂമിയും അതിലുള്ളതൊക്കെ ഉണ്ടാക്കിയവൻ, സ്വർഗത്തിനും ഭൂമിക്കും നാഥനായവൻ, ജീവനും ശ്വാസവും സകലവും നൽകാൻ കഴിയുന്ന ഈ ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് തിരിയണം എന്നുള്ള സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. ആമേൻ. ഇതാണ് നമ്മുടെ ദൗത്യം. അനേകർ അത്ഭുതം കാണുമ്പോൾ വ്യക്തികളിലേക്ക് തിരിയും. അന്നും തിരിഞ്ഞു. അവർ വസ്ത്രം കീറി. അന്നും അവിടെ ഒരു മുടന്തൻ, ജന്മനാൽ മുടന്തൻ സൗഖ്യം പ്രാപിച്ചു. ഉടനെ അപ്പോസ്തലനെ മാലയിടിക്കാൻ പോയി. ഒരു വസ്ത്രം കീറി. ഞങ്ങൾ നിങ്ങളെപ്പോലെ തന്നെയുള്ള സാധാരണ മനുഷ്യരാണെന്ന് പറഞ്ഞു. ഇന്നും അത് മനസ്സിലായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇന്നും മാലയിടിച്ചു നടക്കുന്ന അനേകരെ കാണാൻ കഴിയും. അപ്പോൾ അവിടെ താഴത്തേക്ക് വായിക്കുമ്പോൾ മാലയിട്ട അനുഗ്രഹം എന്ന് പറഞ്ഞ് നടക്കുന്ന അനേകരെ കാണാൻ കഴിയും. ദൈവ തിരുനാമം മാത്രം മഹത്വം. അവർ വസ്ത്രം കീറിയ, അവരവരെ കോപിക്കുക. അവരെ ദൈവ തിരുനാമം മാത്രം മഹത്വം എടുക്കട്ടെ. അവരെ ഉയർത്തുമ്പോൾ ഒരു മനുഷ്യരെയും ഉയർത്താൻ പാടില്ല. ദൈവ തിരുനാമം. അപ്പോൾ വായിച്ചത്, നിങ്ങൾ ആരിലേക്ക് തിരിയണം? ജീവനുള്ള ആകാശവും ഭൂമിയും അതിലുള്ളൊക്കെയും ഉണ്ടാക്കിയ ദൈവം, സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം. എനിക്കും നിങ്ങൾക്കും ഈ ലോകത്തിലെ സകല മനുഷ്യർക്കും ജീവൻ, ശ്വാസം,
എന്താണോ നിങ്ങളുടെ ഭാരം, വേദന, കഷ്ടം, അതിൽ നിന്ന് നിങ്ങളെ വിടുവിക്കാൻ കഴിയുന്ന, സകലവും നൽകാൻ കഴിയുന്ന ഏക സത്യ ദൈവമാണ് യേശു. സകലവും നൽകാൻ കഴിയുന്ന ദൈവം. അവൻ ദൂരത്തല്ല, അവൻ എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ വാസം ചെയ്യും. അതിനുവേണ്ടി ഹൃദയത്തിൽ ഇടം കൊടുക്കാത്തവരുടെ ഹൃദയവാതിക്ക് വന്ന് മുട്ടി കെഞ്ചിക്കൊണ്ട് നിൽക്കുക, ഒന്ന് തുറക്ക് തുറക്ക് തുറക്കെന്ന് പറഞ്ഞു. അപ്പോൾ പറയും, ഞാൻ ബാബിയാ, എനിക്ക് നിന്നെ സ്വീകരിക്കാൻ മനസ്സില്ല, മറ്റുള്ളവരെ ഏൽപ്പിക്കും, പ്രാർത്ഥിക്കുക. ഇനി ആ തെറ്റ ആവർത്തിക്കരുത്. ആരെ ഏൽപ്പിക്കേണ്ട, നിങ്ങൾക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം, ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കാം, ഒരു തെറ്റുമല്ല. ഇന്നലെ ആ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞു, കൂട്ടായ്മ, ഐകമത്യപ്പെട്ട് പ്രാർത്ഥിക്കുക. ഒരുവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പാപം അവൻ ഏറ്റു പറഞ്ഞിട്ട് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കും. അത് ചെയ്യാം. അത് ഒരു വ്യക്തിക്ക് ഉപദേശം കൊടുത്ത്, അതിനാണ് ഉപദേഷ്ടാവ്. ആ വ്യക്തിക്ക് പാപബോധം കൊടുത്ത് ആ വ്യക്തിയുടെ പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിപ്പിച്ചിട്ട് ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതവിടെ ശുദ്ധീകരണത്തിൻ്റെ മേഖലയാണത്. കർത്താവിനോട് ചേർക്കാനുള്ള മേഖലയാണ്. അതാണ് കർത്താവ് നമ്മളെ പറഞ്ഞേൽപ്പിച്ചിരിക്കുന്നത്. അതിനായി നമുക്ക് ഒരുമിച്ച് കൂടാം. എനിക്കിങ്ങനൊരു ഭാരമുണ്ട്, എനിക്കിങ്ങനൊരു വേദനയുണ്ട്, എൻ്റെ പ്രാർത്ഥന സ്വർഗത്തിൽ എത്തണില്ല, എന്താ കർത്താവേ കാരണം എന്ന് കർത്താവിനോടും ചോദിക്കാം. പക്ഷെ നമുക്ക് മറുപടി നേരിട്ട് കേൾക്കാൻ പറ്റണില്ല. അതുകൊണ്ട് ഒരു സുവിശേഷകനോടോ അല്ലെങ്കിൽ വേറെ വ്യക്തിയോടോ ഒരു അച്ഛനോടോ ആരോട് ചോദിച്ചാലോ തെറ്റല്ല. ആ ശുശ്രൂഷയാണ് നമ്മെ ഏൽപ്പിച്ച. എസ്കേൽ പ്രവാചകൻ പറഞ്ഞു, ഇടിവിൽ നിൽപ്പാൻ ആരെയും കണ്ടില്ല എന്ന്. ഒരാളുടെ ഭാരത്തിന് നടുവിൽ ഇടിവിൽ നിന്ന് പ്രാർത്ഥിപ്പാൻ ആരെയും കണ്ടില്ല എന്ന് പറഞ്ഞു. അവിടെ വെറുതെ പ്രാർത്ഥിക്കലല്ല ദൗത്യം, അവനെ തിരുത്തി കർത്താവിലേക്ക് എത്തിക്കലാണ് ആ വ്യക്തിയുടെ ദൗത്യം. എന്നിട്ട് ഒരുമനപ്പെട്ട് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കും. ആ നിരപ്പിൻ്റെ ശുശ്രൂഷയാണ് അതിനകത്ത് മെയിൻ കാര്യം. ദൈവ തിരുനാമം മാത്രം മഹത്വം എടുക്കട്ടെ. അപ്പോൾ അപ്പോസ്തോലിക ശുശ്രൂഷയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. വീണ്ടും നമുക്ക് 1:15 എഴുതുന്നു വായിച്ച്. അനന്തരം അവൻ യാക്കോബിനും പിന്നെ അപ്പോസ്തലന്മാർക്കും എല്ലാവർക്കും പ്രത്യക്ഷനായി. എല്ലാവർക്കും ഒടുവിൽ അകാലപ്രതിയുള്ള റോമർ 16:7. എന്റെ ചാർച്ചക്കാരും സഹബദ്ധന്മാരുമായുള്ള അന്ത്രോനിക്കോസിനും യൂനിയാവിനും വന്ദനം ചൊല്ലുവിൻ. അവർ അപ്പോസ്തലന്മാരുടെ ഇടയിൽ പേർ കൊണ്ടുവരും എന്ന് എനിക്ക് മുമ്പേ ക്രിസ്തുവിൽ വിശ്വസിച്ചവരും ആവുന്നു. അല്ലോ, അവർ എനിക്ക് മുമ്പേ പേർ കൊണ്ടവർ എന്ന് പറഞ്ഞാൽ അപ്പോസ്തലന്മാരെന്ന പേരെടുത്തവർ. അത് നമ്മൾ തിരിച്ചറിയേണ്ടത്. അതായത് ദൈവത്താൽ അയക്കപ്പെട്ട സന്ദേശവാഹകന്മാർ എന്ന അർത്ഥത്തിൽ ഇന്നും അപ്പോസ്തലന്മാരുണ്ട്. അത് ആരാമ്യ ഭാഷ സുറിയാനിയിൽ അപ്പോസ്തലൻ എന്നതിന് ശ്ലീഹ എന്നാണ്. എഫേസ് 2:20 നമ്മൾ നേരത്തെ വായിച്ചു. വായിക്കണ്ട, വായിച്ചില്ലേ? അപ്പോസ്തലന്മാരെന്ന അടിസ്ഥാനത്തിൽ. അപ്പോൾ നമ്മുടെ അവസാനിപ്പിക്കുക, എന്താണ് അപ്പോസ്തലൻ എന്ന് വ്യക്തമായി കണ്ടെത്തി ആ ശുശ്രൂഷ ഇന്ന് നമ്മിലൂടെ വെളിപ്പെട്ടു വരണം. നമ്മൾ അപ്പോസ്തലന്മാരല്ല, അപ്പോസ്തോലിക ശുശ്രൂഷ നമ്മൾ വെളിപ്പെട്ടു വരണം. എന്താണ്? അത്ഭുതങ്ങളും അടയാളങ്ങളും. നമുക്ക് സൗമ്യത വേണം, എങ്കിലാണ് ഇതെല്ലാം നടക്കുകയുള്ളൂ കേട്ടോ. ഒന്നാമത് പറഞ്ഞത് അപ്പോസ്തല ശുശ്രൂഷ നമ്മിൽ സംഭവിക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് എന്താണ്? സൗമ്യത. അവനിലാണ് ഈ അപ്പോസ്തോലിക ശുശ്രൂഷ നടക്കുകയുള്ളൂ. സൗമ്യത എന്ന് പറഞ്ഞാൽ എളിമ, താഴ്മ, വരും. അവനിലൂടെ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കും. ബേസായിട്ട് നമുക്ക് വേണ്ട സംഭവം എന്താണ്? നമ്മൾ നേരത്തെ വായിച്ചു, സൗമ്യത.
അവനിൽ അങ്ങനെയെങ്കിൽ കർത്താവേശ്വൽ വിശ്വാസം അത് ഇല്ലാതെ വരില്ലല്ലോ. കർത്താവേശ്വൽ വിശ്വാസം വന്ന ഒരാൾക്ക് വിശ്വാസം പോരാ, സൗമ്യത വേണം, എളിമ വേണം, വിനയം വേണം. അതുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും നമ്മിലൂടെ നടക്കുന്നുവെങ്കിൽ അതൊരു അപ്പോസ്തോലിക ശുശ്രൂഷയാണ്. ക്രിസ്തുവിൻ്റെ സന്ദേശവാഹകനാണോ? ഒരു അപ്പോസ്തോലിക ശുശ്രൂഷയാണ്. ക്രിസ്തുവിന് വേണ്ടി അയക്കപ്പെട്ടവനാണോ? അനേക സ്ഥലങ്ങളിൽ പോയി കർത്താവിൻ്റെ ദൂതറിയിക്കാൻ നിയമിക്കപ്പെട്ടവനാണോ? ദൂതുവാഹകനാണോ? അപ്പോസ്തോലിക ശുശ്രൂഷയാണ്. ദൈവ തിരുനാമം മാത്രം മഹത്വം എടുക്കട്ടെ. പുറമായും ആ ശുശ്രൂഷ എന്നിൽ നിങ്ങളിലും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനകത്ത് കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ശുശ്രൂഷ ഉള്ളൂ, അല്ലാത്തവർക്കില്ല. പക്ഷേ ആ കർത്താവായ യേശുവിൽ വിശ്വസിക്കുമ്പോൾ തന്നെ നമ്മിൽ എന്ത് വേണം? സൗമ്യത. അതാണ് നമ്മൾ നേരത്തെ വായിച്ചത്. ആ അപ്പോസ്തലന്മാരുടെ ആ ക്വാളിറ്റിയിൽ നമ്മൾ വായിച്ച കാര്യം അതാണ്. ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് സൗമ്യതയാണ്. സൗമ്യമായ ആത്മാവിൽ, സൗമ്യതയുള്ള അനുഭവത്തിൽ മാത്രമേ നമ്മിലൂടെ ദൈവപ്രവൃത്തി വെളിപ്പെട്ടു വരുള്ളൂ. എല്ലാവരോടും ക്ഷമിക്കുവാനും പൊറുക്കുവാനും കഴിയുക. കർത്താവ് പറഞ്ഞു, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കുക. എന്ന് പറഞ്ഞാൽ വെറും ഭൂമി മാത്രമല്ല, അനേകം ആത്മാക്കളെ നേടാൻ കർത്താവ് നമ്മെ ഉപയോഗിക്കും. സൗമ്യത. ദൈവനാം മാത്രം. നമുക്ക് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഇന്നു മുതൽ ഒരു അപ്പോസ്തോലിക ശുശ്രൂഷ ചെയ്യുവാൻ കർത്താവ് നമ്മളെയും തിരഞ്ഞെടുക്കട്ടെ. അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും നമ്മിലൂടെയുള്ള ശുശ്രൂഷ മുഖാന്തരം പാപമേഖലകളിൽ തകർന്നു കിടക്കുന്നവർ രക്ഷ പ്രാപിക്കുക. അനേകം പേർ ജീവരക്ഷ, നിത്യജീവങ്ങളിലേക്ക് പ്രവേശിക്കുക. ആ ശുശ്രൂഷ ഇന്ന് സമർപ്പിക്കപ്പെടുന്നുവെങ്കിൽ എന്നിലും നിങ്ങളിലും അതിന്ന് ആരംഭിക്കും. വിശ്വാസം വേണം. ബേസ് വിശ്വാസം വേണം. വിശ്വസിക്കുന്നവരാലാണ് ഈ അടയാളങ്ങൾ നടക്കുന്നത്. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കുക. യേശുവിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായി യാതൊന്ന് കുടിച്ചുള്ള രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം, സ്തോത്രം. സ്വർഗീയ പിതാവേ, കാരുണ്യവാനായ കർത്താവേ, പരിശുദ്ധാത്മാവേ, നിന്റെ സന്നിധിയിൽ നിന്റെ മക്കളോട് ചേർന്ന് ഇടിവിൽ നിന്ന് ഞങ്ങൾ ഐകമത്യപ്പെട്ടൊരു വാക്ക് പ്രാർത്ഥിക്കും. കർത്താവെ, ഇന്നും നിലകൊള്ളുന്ന ആ അപ്പോസ്തോലിക ശുശ്രൂഷ എളിദാസനിൽ വടിയിൽപ്പെടുന്ന മുഴുവൻ പേരിലും, ഒപ്പം ഈ വചനം കേൾക്കുന്ന മുഴുവൻ പേരിലും അവരുടെ കുടുംബാംഗങ്ങളിലും ഈ ശുശ്രൂഷ നിവൃത്തിയാകുവാൻ ഒരു ദിവസവും മുടങ്ങാതെ നിന്റെ വചനം കേൾപ്പാൻ നിന്റെ മുമ്പാകെ വന്നിരിക്കുന്ന നിന്റെ മക്കളിലേക്ക് കർത്താവെ നിന്റെ വചനത്തെ അയച്ച് കർത്താവെ ഇപ്പോൾ വലിയ വിടുതലും സമാധാനവും സൗഖ്യവും രോഗശാന്തി ശുശ്രൂഷയും വീര്യപ്രവൃത്തി വരവും ഒപ്പം കർത്താവെ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ശുശ്രൂഷ ആവണ്ണമുള്ള എല്ലാ ശുശ്രൂഷകളും അതുപോലെ തന്നെ കർത്താവെ അനേകം തകർന്നു കിടക്കുന്ന മദ്യപാനത്തിലും മയക്കുമരുന്നിലും തെറ്റായ പാതകളിലും നടക്കുന്നവരെ വീണ്ടെടുക്കുന്ന ജീവന്റെ ശുശ്രൂഷ ഇന്ന് കർത്താവെ ഞങ്ങളിൽ ഓരോരുത്തരിലും ആരംഭിപ്പാൻ ദൈവമേ നീ അവിടുന്ന് അധികാരം നൽകി, അഭിഷേകം നൽകി, കർത്താവെ ആത്മനിറവ് നൽകി, കർത്താവെ അത്യന്ത ശക്തി നൽകി, അത്യുന്നത ശക്തി നൽകി, കർത്താവെ വചനമായി മാത്രമല്ല വചനത്തിൻ്റെ നിറവ്, കർത്താവെ പരിശുദ്ധാത്മ നിറവ്, കർത്താവെ വചനമായി മാത്രമല്ല ശക്തിയോട് പരിശുദ്ധാത്മ ശക്തി നൽകി. കർത്താവെ ഞങ്ങൾക്ക് ആത്മനിറവ് നരിയാണിയോളം പോരാ, മുട്ടോളം പോരാ, അരയോളം പോരാ, നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വഹിയാത്ത പരിശുദ്ധാത്മ നിറവ് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ, അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദിനംതോറും അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കാൻ, വീര്യപ്രവൃത്തികൾ നടക്കുവാൻ കർത്താവെ അവിടുന്ന് ഞങ്ങളെ അഭിഷേകം ചെയ്യണം. ദിനംതോറും
കർത്താവേ, ആര് പ്രാർത്ഥിക്കാൻ വിളിക്കുന്നുവോ അവർക്ക് വേണ്ടതായ ദൂത് നിന്റെ വചനം പറയുന്ന അവരെ നീ ആകാത്ത വഴിയിൽ നിന്ന് തിരിപ്പിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ. ഹല്ലേലൂയ. അത് ചെയ്തെടുക്കുവാൻ എളിദാസനെയും കുടുംബത്തിലെ മുഴുവൻ പേരെയും, ഒപ്പം ഈ വചനം കേൾക്കുന്ന മുഴുവൻ പേരെയും കുടുംബമായി അവണ്ണം അധികാരം നൽകി, അഭിഷേകം നൽകി, അത്യന്ത ശക്തി നൽകി കർത്താവെ ഞങ്ങളെ അയക്കണമേ എന്ന് കർത്തൃനാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, നിന്റെ കൃപ ഞങ്ങളിൽ വ്യാപരിക്കട്ടെ, നിന്റെ തിരുസന്നിധി ഞങ്ങളിൽ വ്യാപരിക്കട്ടെ. കർത്താവെ, ആകെ തെറ്റായ വഴികളിൽ നിന്ന് തിരിപ്പിക്കുന്ന ശുശ്രൂഷ കൃത്യമായി ചെയ്തെടുപ്പാൻ കർത്താവെ ഞങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. ഞങ്ങളുടെ മുമ്പിൽ വരുന്ന വ്യക്തിയെക്കുറിച്ചുള്ള ആത്മാക്കളെ വിവേചിക്കാനുള്ള വരം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണം. ജ്ഞാനത്തിൻ്റെ വചനവും പരിജ്ഞാനത്തിൻ്റെ വചനവും ആത്മാക്കളുടെ വിവേചന വരവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ എന്ന് കർത്തൃനാമത്തിൽ പ്രാർത്ഥിക്കുക. പ്രവചന വരത്തിനായി ഞങ്ങൾ വാഞ്ചിക്കുന്നു കർത്താവേ. ഈ കാലങ്ങളിൽ ഏറ്റവും അത്യാവശ്യമാണ് കർത്താവേ പ്രവചനവരം. കർത്താവിൻ്റെ നിന്റെ നാൾ അടുത്തിരിക്കയാൽ കർത്താവെ പ്രവചന വരം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് കർത്തൃനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. എപ്പോഴും കർത്താവ് ഈ വചനം കേൾക്കുന്ന മുഴുവൻ പേരുടെയും നിന്റെ ആലോചന സഭയിൽ നിർത്തണം. നിന്റെ ആലോചനയുടെ ആത്മാവ് നൽകണം കർത്താവെ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഏക ആത്മാവും ഏക ഹൃദയവും ഏക മനസ്സും പുതിയ ഹൃദയവും പുതിയ ആത്മാവിനെ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ എന്ന് കർത്തൃനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഏതൊരു ഭാരം, ഏതൊരു വേദന, ഏതൊരു കഷ്ടം നിന്റെ മക്കൾ അനുഭവിക്കുന്നുവോ ഈ സമയം കർത്താവേ നിന്റെ വാഗ്ദത്തവചന പ്രകാരം കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സമാധാനമുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഈ കൂട്ടായ്മയിലുള്ള മുഴുവൻ പേർക്കും, ഇപ്പോൾ ഈ വചനം കേൾക്കുന്ന മുഴുവൻ പേർക്കും സമാധാനമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും കർത്താവെ, നീ നൽകിയിട്ടുള്ള നിന്റെ ശബ്ദത്താൽ, നിന്റെ വാഗ്ദത്ത വചനത്താൽ കർത്താവെ, നീ അപ്പസ്തോലിക ശുശ്രൂഷ മുഖാന്തരം അയച്ചിരിക്കുന്ന നിന്റെ ശുശ്രൂഷയിൽ നിലനിന്നുകൊണ്ട് കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഈ വചനം കൈക്കൊള്ളുന്ന മുഴുവൻ പേർക്കും സമാധാനമുണ്ടാകട്ടെ എന്ന് കർത്തൃനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഈ സമയം സമാധാനത്തിൻ്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ ഞങ്ങളുടെ കാൽ കീഴെ എന്നേക്കുമായി ചതച്ചു കളയണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവോ വിശ്വസ്തൻ, അവൻ നിങ്ങളെ ഈ കൂട്ടായ്മയിലുള്ള മുഴുവൻ ആളുകളെയും ഈ വചനം ആരെല്ലാം കൈക്കൊള്ളുന്നുവോ, യൂട്യൂബിലൂടെ കൈക്കൊള്ളുന്നുവോ അവരെ മുഴുവൻ പേരെ കർത്താവേ അവർക്ക് മുഴുവനും കർത്താവ് വിശ്വസം നിങ്ങളെ ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും എന്നുള്ള നിന്റെ വചനത്തെ അയച്ച് ഞങ്ങളെല്ലാവരെയും സൗഖ്യവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകണമേ എന്ന് കർത്തൃനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. വീണ്ടും ഒന്നുകൂടി പ്രാർത്ഥിക്കുക. കർത്താവെ, 28-ാം തീയതി കർത്താവെ ഈ പ്രദേശത്ത് ഉണർവിൻ്റെ ശുശ്രൂഷ നടക്കുവാൻ കർത്താവ് ഈ ദേശത്തെ ഉണർത്തുന്ന അനേകം സുവിശേഷകരെ തെരഞ്ഞെടുക്കുവാൻ കർത്താവെ നീ ആകർഷിക്കുന്നവരെ മാത്രം ഇവിടെ കൂട്ടി വരുത്തി കർത്താവ് ഈ ദേശത്തെ ഉണർത്തുന്ന ഒരു ശുശ്രൂഷയ്ക്കായിട്ട് കർത്താവെ അവിടുന്ന് കരുതിക്കൊള്ളുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വരുന്നവർ മുഴുവൻ അഭിഷേകം പ്രാപിച്ച ശുശ്രൂഷകരായി മടങ്ങണം കർത്താവെ. അഭിഷേകമുള്ള ശുശ്രൂഷകരായി മടങ്ങണം കർത്താവെ. ഇന്ന് ഞങ്ങൾ പഠിച്ചതുപോലെ അപ്പോസ്തോലിക ശുശ്രൂഷകരായി 28-ാം തീയതി അനേകം പേരെ ഇവിടെ കർത്താവെ ഈ സിയോൻ പ്രെയർ മീറ്റിംഗിൽ, ഈ സിയോൻ പ്രെയർ ഓപ്പൺ മീറ്റിംഗിൽ കർത്താവെ നീ തെരഞ്ഞെടുക്കണമേ എന്ന് കർത്തൃനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ യോഗ്യരായവരെ കർത്താവെ നീ കൂട്ടിവരുത്തി ആ മീറ്റിംഗിൽ ഇരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്ലാത്ത ഒരാളെയും ഇരുത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു കർത്താവെ. യേശുവേ, എൻ്റെ കർത്താവിൻ്റെ രക്ഷകനും നാഥനും ദൈവവുമായ യേശുവേ, നിനക്കറിയാം കർത്താവെ, പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ഒരുവരും എൻ്റെ അടുക്കൽ വരികയില്ല. കർത്താവെ, നിന്റെ വേലക്കാരെ നീ തെരഞ്ഞെടുത്ത് കൂട്ടിവരുത്തി ആ കർത്താവെ ശുശ്രൂഷ ഭരമേൽപ്പിച്ച് പറഞ്ഞയക്കുമാറാകണമേ എന്ന് കർത്തൃനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഒരു വാക്കുകൊണ്ട് പോലും ഭിന്നത ഉണ്ടാക്കാൻ ഭാവിയിൽ പോലും കർത്താവിൻ്റെ നാമത്തിന് ഇടർച്ച വരുത്തുന്ന ആരെയും ഈ കൂട്ടായ്മയിൽ കൂട്ടിവരുത്തരുതേ എന്ന് കർത്തൃനാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, നിന്റെ വചനം പറയുന്നു കർത്താവെ, ഞങ്ങൾ 1.5 വർഷം മുമ്പ് പ്രാർത്ഥിച്ച് ഞങ്ങൾ ആരംഭിക്കുമ്പോൾ അന്ന് കർത്താവെ നിന്നോട് പറഞ്ഞ കാര്യമാണിത്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ, അവനത് നിവർത്തിക്കും. അന്ന് ഞങ്ങൾ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചു. കർത്താവെ, നിന്റെ നാമത്തിലുള്ള കൂട്ടായ്മ, നീ അധ്യക്ഷം വഹിക്കുന്ന കൂട്ടായ്മ, ഈ കൂട്ടായ്മയുടെ നടുവിൽ ഒരു
വാക്കുകൊണ്ട് പോലും ഭിന്നത ഉണ്ടാകാൻ നീ അനുവദിക്കരുതേ എന്ന് 1.5 വർഷം മുമ്പ് ഞങ്ങൾ പ്രാർത്ഥിച്ച് ശുശ്രൂഷ സമർപ്പിക്കുമ്പോൾ കർത്താവ് ഇന്ന് ഈ നിമിഷം വരെയും അങ്ങനെ ഒരു ചെറിയ സംസാരത്തിന് പോലും ഈ കൂട്ടായ്മയിൽ ഇടം വന്നിട്ടില്ല. കർത്താവെ നിന്റെ നാളോളം നിന്റെ വരവോളം അവണ്ണം മുമ്പോട്ട് പോകുവാൻ ആഗ്രഹിക്കുമ്പോൾ അവണ്ണമുള്ളൊരു ശുശ്രൂഷ ഇവിടെ ആരംഭിപ്പാൻ ഞങ്ങൾക്കെല്ലാവർക്കും നിന്റെ നാമത്തിൽ നിന്റെ ഹൃദയം നൽകി അപ്പോസ്തലന്മാർക്ക് കൊടുത്തതുപോലെ ഏകാത്മാവിന് ഏക ഹൃദയവും നൽകി അനുഗ്രഹിക്കുമാറാകണമേ എന്ന് കർത്തൃനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കുടുംബമായി അനുഗ്രഹിക്കണം കേട്ടോ കർത്താവേ. ഒരു കുടുംബത്തിൽ കൂട്ടായ്മയിൽ കടന്നു വരുന്ന കുടുംബങ്ങളിൽ നിന്നും അവരുടെ മക്കളിൽ നിന്നും അവരുടെ തലമുറകളിൽ നിന്നും ഭാരം അനുഭവിക്കുന്നു എന്ന് കേൾപ്പാൻ ഇടവരാതെ വണ്ണം തലമുറകളെ അനുഗ്രഹിക്കണമേ. നിന്റെ വാഗ്ദത്ത വചനം ഞങ്ങളെ നിവൃത്തിയാക്കണം. യഹോവ ഭക്തന് ദൃഢധൈര്യമുണ്ട്, അവൻ്റെ മക്കൾക്ക് ശരണമുണ്ടാകും. യഹോവ ഭക്തി ജീവൻ്റെ ഉറവയാകുന്നു, അതിനാൽ മരണത്തിൻ്റെ കെണികളെ ഒഴിഞ്ഞു പോകും. ഞങ്ങളുടെ മേലുള്ള നിന്റെ ആത്മാവ്, ഞങ്ങളുടെ ആധരങ്ങളിൽ നൽകിയിരിക്കുന്ന നിന്റെ വചനങ്ങളും ഞങ്ങളുടെ മേൽ നിന്നും ഞങ്ങളുടെ സന്തതിയുടെ മേൽ നിന്നും ഞങ്ങളുടെ സന്തതിയുടെ സന്തതികളുടെ മേൽ നിന്നും ഒരു നാളും വിട്ടുപോകയില്ല എന്നുള്ള നിന്റെ വാഗ്ദത്തം ഞങ്ങളിലും ഞങ്ങളുടെ തലമുറകളിലും നിവൃത്തിയാക്കി ഞങ്ങൾക്കും ഞങ്ങളുടെ തലമുറകൾക്കും ഏകാത്മാവിന് ഏകസത്യവും നൽകി അനുഗ്രഹിക്കണമേ. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും നിന്റെ വഴിയിലൂടെ മാത്രം യേശുവേ വഴിയും സത്യവും ജീവനുമായ ആ സകല സത്യത്തിലും വഴി നടത്തുമെന്നും അവൻ സ്വയമായി സംസാരിക്കാതെ കർത്താവിയുടെ ദാസൻ ഉൾപ്പെടെ കുടുംബത്തിലുള്ള മുഴുവൻ പേര് ഉൾപ്പെടെ ഈ കൂട്ടായ്മയെ സ്ഥിരമായി പങ്കാളിത്തം വഹിക്കുന്ന മുഴുവൻ പേരുടെ മേലും കർത്താവ് അവരാരും തന്നെ സ്വയമായി സംസാരിക്കാതെ കർത്താവിൽ നിന്ന് കേൾക്കുന്ന സംസാരിക്കുകയും വരുവാനുള്ള അറിയിച്ചു തരുകയും ചെയ്യുവാൻ തക്കവണ്ണം അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥന. കർത്താവെ ഞങ്ങൾ അനേകർക്ക് വേണ്ടി ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ നിന്റെ ശബ്ദം കേട്ട് ഈ ജനത്തെ അവരുടെ ആകാത്ത വഴിയിൽ നിന്ന് തിരിപ്പിക്കുവാൻ അവിടെ നിന്ന് ഞങ്ങളെ എല്ലാവരെയും കൂട്ടായ്മയുടെ മുഴുവൻ പേരെ അഭിഷേകം ചെയ്യണമേ, പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ യേശു മതം സ്ഥാപിച്ചിട്ടില്ല. കർത്താവെ ഈ കൂട്ടായ്മയുള്ള മുഴുവൻ പേരും കർത്താവ് പഠിപ്പിച്ച കൽപ്പന ഞങ്ങൾ നിവൃത്തിയാകുവാൻ അന്യോന്യം സ്നേഹിക്കണം. അങ്ങനെ എല്ലാറ്റിലും അധികമായി ദൈവത്തെ സ്നേഹിക്കണം. ഈ കൽപ്പന ഫോളോ ചെയ്യുന്നവരായി കർത്താവ് പറഞ്ഞ നിന്റെ ദൈവമായ കർത്താവ് ഏക കർത്താവെന്നും നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ചിത്തനും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണമെന്നുള്ള കൽപ്പന ഞങ്ങളിൽ നിവൃത്തിയാക്കി അതവിടുന്ന് ഞങ്ങളെ പഠിപ്പിച്ച് നിന്നെ അനുഗമിപ്പാൻ തക്കവണ്ണം നിന്റെ പ്രവൃത്തി ഞങ്ങളിലും ഞങ്ങളുടെ തലമുറകളിലും വെളിപ്പെടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൂരത്തും ചാരത്തുമായിരിക്കുന്ന മുഴുവൻ മക്കളുടെ മേലും ഈ നിമിഷം തന്നെ നിന്റെ അത്യന്ത ശക്തി വ്യാപരിക്കട്ടെ, നിന്റെ കൃപ വ്യാപരിക്കട്ടെ. ദൂരത്തായിരിക്കുന്ന മക്കൾ ഇപ്പോൾ മനം തിരിയുവാൻ തക്കവണ്ണം ഈ സമയം നിന്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ഇടിവിരുന്ന് പ്രാർത്ഥിക്കുന്ന ഈ സമയം ദൂരത്തായിരിക്കുന്ന മക്കളുടെ മേൽ നിന്റെ അത്യന്ത ശക്തി വ്യാപരിക്കട്ടെ, നിന്റെ കൃപ വ്യാപരിക്കട്ടെ, നിന്റെ തിരുസാന്നിധ്യം വ്യാപരിക്കട്ടെ. നിനക്ക് കൊള്ളാവുന്നവരായി കർത്താവേ അവരെ മടക്കി വരുത്തി അനുഗ്രഹിക്കുമാറാകണമേ എന്ന് കർത്തൃനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന, മഹത്വവും സ്തുതിയും സ്തോത്രവും എല്ലാം അങ്ങേക്ക് അർപ്പിക്കുന്നു. അവിടുത്തെ തൃപ്പാദത്തിൽ പൊടിയോളം താഴ്ത്തി ഏൽപ്പിക്കുന്നു. കർത്താവേ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. എല്ലാം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ താഴ്മ ചോദിക്കുന്നു. കൃപയോടെ കേട്ടുത്തരമരളയണമേ. ആമേൻ. സമാധാനത്തിൻ്റെ കർത്താവായവൻ താൻ നിങ്ങൾക്കെല്ലാവർക്കും എല്ലായ്പ്പോഴും എല്ലാറ്റിലും എന്നേക്കും സമാധാനം നൽകുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തു ഞങ്ങൾ ഓരോരുത്തരോടുകൂടെയും ഇന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.